റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് DIY, ഡു ഇറ്റ് യുവർ സെൽഫ്. പലരും പറയുന്നത് കേൾക്കാം, സലൂണിൽ പോകുന്നതിന് പകരം നമുക്ക് സ്വന്തമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ശരിക്കും ശുദ്ധമായ ഒരു തെറ്റിദ്ധാരണയാണത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ DIY, ഡു ഇറ്റ് യുവർ സെൽഫ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ കിട്ടുന്ന റിസൾട്ടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്തരം പ്രൊഡക്റ്റുകളാണ്, നിങ്ങളുടെ സ്കിന്ന് ഏത് ടൈപ്പ് പ്രൊഡക്റ്റിനാണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് സ്യൂട്ട് ആവുക, ഒരിക്കലും DIY പകരമാവില്ല ഒരു സലൂണിന്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാലും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം DIY, അല്ലേ, ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ പലരും പറയുന്നതും അല്ലെങ്കിൽ ഒട്ടനവധി യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്തിന് നമ്മൾ സലൂണിൽ പോയിട്ട് ഇത്രയേറെ പൈസ ചെലവ് ചെയ്യണം, അതിൻ്റെ ആവശ്യം എന്താണ്, ഇതൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തുകൂടെ, ഇങ്ങനെയുള്ളൊരു കോൺട്രവേഴ്സി സ്റ്റൈലിൽ പലരും സംസാരിക്കുന്ന ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള എൻ്റെ 1-2 വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അത്ര എലാബറേറ്റ് അല്ല, ചെറിയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പലരും പറയാറുണ്ട്, ചെറുപയർ പൊടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, കണ്ടീഷനിങ് നടക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സ്വന്തമായി ചെയ്താൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിലും സലൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടമായ പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കൂടുതൽ ക്ലയൻസും സലൂൺ നടത്തുന്ന ഓണേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നവരുമാണ്. അവർക്കാണെങ്കിലും ഇവിടെ വന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ അവർ വിചാരിക്കുന്നതും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും വിചാരിക്കുന്നത്, ഇത് എനിക്ക് കൊണ്ടുപോയാൽ ചെയ്ത് കൂടെ, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ നടക്കുന്ന ഒന്നാണ്. യാഥാർത്ഥ്യത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആവും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സലൂണിൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസിന് ഒപ്പം നിൽക്കും. എന്താണ് അതിൻ്റെ വ്യത്യാസം? ഇതൊന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും വന്ന് കണ്ടുപോണ്ടെങ്കിലും ഒരു ലൈക്ക് അടിക്കാൻ പലരും പിശുക്ക് കാണിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കാണിക്കരുത്. നിങ്ങളുടെ ലൈക്ക് എത്രത്തോളം കൂടുതൽ വരുന്നോ അത്രത്തോളം നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കൂടുകയും ഈ ഒരു നമ്മുടെ സെഗ്മെൻറ്റിലുള്ളതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ കാണാൻ സാധിക്കുന്ന ആളുകളിലേക്ക് കൂടുതൽ എത്തുകയും നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് ആവുന്നതനുസരിച്ച് എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ കൂടുതൽ എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് DIY എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സലൂണുമായുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ നല്ല സലൂൺസിൽ, അതായത് നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും സലൂണിൽ പോയി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഒന്ന്, സലൂണിൽ ഇത്തരം പ്രൊഡക്റ്റുകളും ഇത്തരത്തിലുള്ള സർവീസുകളും ചെയ്യാൻ പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള, പലതരം ട്രെയിനിങ് സെഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള, ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റാഫുകളുടെ സേവനമാണ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഇപ്പോൾ അതിന് ഈസിയായിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ നമ്മളുടെ പ്രിമിസസിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടൽസിലും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ വരുന്നത് ഇത്തരത്തിലുള്ള സലൂണിൽ വർക്ക് ചെയ്യുന്നവരും സലൂണും നടത്തുന്നവരുമായ ആളുകളാണ്. അവർ ആ ട്രെയിനിങ് ക്ലാസ്സിൽ എത്രത്തോളം ഉത്തരവാദിത്വത്തോടു കൂടിയും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആവണം, നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു പടി കൂടി കടന്നിട്ടുള്ള ഒരു സർവീസ് നൽകണം എന്നുള്ള മത്സര ബുദ്ധിയോടുകൂടിയാണ് പലരും ഇത്തരം ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സ്വന്തമായി ചെയ്യുന്നതും നേരെ മറിച്ച് ഒരു സലൂണിൽ പോയി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ കാര്യത്തിന് പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഹെയർ കട്ടിന് പോയി നല്ലൊരു സലൂണിലാണ് നിങ്ങൾ പോകണമെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പിക്ചറിൽ കണ്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ചിട്ട് എനിക്ക് ഈ തരത്തിലുള്ള ഹെയർ കട്ടാണ് വേണ്ടേ എന്ന് പറയുമ്പോൾ, നേരെ മറിച്ച് നിങ്ങൾ നല്ല സലൂണിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടുത്തെ സലൂണിലെ ആ സ്റ്റൈലിസ്റ്റ് നിങ്ങളോട് ചോദിക്കും, മാഡം ഇത് കൊള്ളാം, നല്ലത് തന്നെയാണ്, പക്ഷേ മാഡത്തിൻ്റെ ഫേസിൻ്റെ ഷേപ്പും ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ഫേസിൻ്റെ ഷേപ്പും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെയർ കട്ട് മാഡത്തിന് ഒരിക്കലും പറ്റില്ല, ആ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ച്, ഫേസ് ഫ്രെയിം അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയൊരു ഹെയർ കട്ട് ആയിരിക്കും എന്ന് പറയുന്നത് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും.
ഞാൻ പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് സലൂണുകളിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു വാക്ക് അങ്ങോട്ട് ചോദിച്ചു നോക്കൂ, അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതൊരിക്കലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പലരും ഹെയർ കട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ കാണുമ്പോൾ തന്നെ അറിയാം, അതാ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ഹെയർ കട്ടിൻ്റെ സ്റ്റൈലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പിന്നീട് നമ്മൾക്കത് വെച്ച് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വീണ്ടും നമ്മൾ സലൂണിൽ പോയിട്ട് ഒരു സ്റ്റൈലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും ഹെയർ കട്ട് നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നിക്കൽസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ സർവീസ് കിട്ടുമ്പോൾ മാത്രമാണ് അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഒപ്പം നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് സ്വന്തമായിട്ട് ഹെയർ കട്ട് ചെയ്ത ഒരാൾക്ക് എത്രയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ചിലപ്പോൾ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ തന്നെയും ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഹെയർ കട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക എപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 190 തൊട്ട് മുതലുള്ള ഹെയർ കട്ടിങ് സിസേഴ്സ് ഉണ്ട്. പക്ഷെ അത് എത്തി നിൽക്കുന്നത് നിലവിൽ നമ്മളുടെ 19,500 വരെ വരുന്ന ഡിഫറെൻറ്റ് റേറ്റിലുള്ള, അതായത് ആ 190 മുതൽ 19,500 വരെ വരുന്ന തരത്തിലുള്ള സിസേഴ്സിൻ്റെ ഒരു വലിയ നിര തന്നെയുണ്ട്. പ്രൊഫഷണലായിട്ട് ഇത്തരം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഈ സലൂണിൽ ഇങ്ങനെ ടക്ക് 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 എന്നുള്ള സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി ഈ മേഖല. അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് സിസേഴ്സ് ഒരു 3000, 4000, 5000 റേഞ്ചിലേക്കൊക്കെ വരുന്ന ടൂൾസ്, ഞാൻ പറഞ്ഞൊരു സിസറിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളുമായിട്ട് വ്യത്യാസപ്പെടുത്തുക. നല്ല നല്ല സലൂൺസിലേക്ക് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ടൂൾസ്, ആ സ്റ്റാൻഡേർഡ് ടൂൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ആ ഒരു ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഹെയർ സ്റ്റൈലിങ്ങിന് ഒരു പ്രൊഫഷണലിസം കൂടുതലുണ്ടാകും. നിങ്ങൾക്കറിയാലോ എന്താണ് പ്രൊഫഷണലിസം, എന്താണ് അമച്വർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് അതിനൊന്നും താരതമ്യം ചെയ്യാവുന്നതാണ്. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുകയും പഠിക്കുകയും എന്നും ഇമ്പ്രൂവ് ചെയ്യണം എന്നും വിചാരിച്ചിട്ട് അതിനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യും, അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വർക്ക് ചെയ്യുകയും ഒപ്പം അതിനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം, എൻ്റെ ആ ഒരു സ്റ്റൈല്, എൻ്റെ ടെക്നിക്സ് അതൊക്കെ കസ്റ്റമേഴ്സിന് പുതിയ രീതിയിലേക്ക് അവതരിപ്പിച്ചിട്ട് കൊണ്ടുവരണമെന്ന് വിചാരിക്കും. നേരെ മറിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് ചെയ്യുന്നു, ഒത്തു എന്ന് പറയുന്നതാണ്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു സലൂണിൽ ചെല്ലുമ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യത്തിലും ഉള്ള വ്യത്യാസം. ഉദാഹരണത്തിന് നമ്മളൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയി, ഉറപ്പായിട്ടും നിങ്ങൾ ആ സലൂണിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ പ്രൊഡക്റ്റ് ഏതാണ്, നിങ്ങളുടെ സ്കിന്ന് ഒരു സെൻസിറ്റീവ് സ്കിന്നാണോ, അങ്ങനെയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതിന് പറ്റിയ പ്രൊഡക്റ്റ് ഇന്നതാണ്, അതിന് പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സലൂണിൽ അവർ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം അവർ ഞാൻ ഈ പറഞ്ഞതുപോലെ വെൽ ട്രെയിൻഡ് ആയിരിക്കും, അവർ കോസ്മെറ്റോളജി പഠിച്ചവരുണ്ടാവും, അവർ സ്കിന്നിനെ കുറിച്ച് നന്നായി പഠിച്ചവരുണ്ടാവും. അപ്പോൾ ഇത്തരം സ്കിന്നുകൾക്ക് ഒരുപക്ഷെ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫേഷ്യൽ കിറ്റ് മേടിക്കുന്നു, അത് വെച്ചിട്ടൊരു ഫേഷ്യൽ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ സലൂണിലാകുമ്പോൾ അതിനെ നിങ്ങളുടെ സ്കിന്നിനെ അനലൈസ് ചെയ്തത് ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് വേണ്ടത്, അതുപോലെ തന്നെ അതിലുപയോഗിക്കുന്ന ടൂൾസ്, അതിൻ്റെ മെഷീൻസ്. ഇപ്പോൾ മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഗാൽവാനിക് മെഷീൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ നമുക്ക് അൾട്രാസോണിക് സ്ക്രബ്ബർ പോലെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമ്മളുടെ ഫേസ് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ക്ലെൻസർ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഫേഷ്യൽ കിറ്റിലുള്ള ക്ലെൻസ് ചെയ്യാനുള്ളത് മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പലതരത്തിലുള്ള മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്. അൾട്രാസോണിക് സ്ക്രബ്ബർ പോലെ നമ്മൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ റിമൂവ് ചെയ്യണം, നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ മെഷീനറീസ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ആളുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനായിരിക്കും നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണം ഗാൽവാനിക് മെഷീൻ നിങ്ങൾ വെറുതെ ഒരു ക്രീമും അതിൻ്റെ സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ചാൽ തീരുന്നതല്ല ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കിന്നെ നോക്കി അതിന് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് മസാജുകൾ കൊടുത്ത് എവിടെയൊക്കെ ഏത് മസാജുകളാണ് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ വെൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും
ഡു ഇറ്റ് യുവർ സെൽഫും തമ്മിൽ വളരെയേറെ അന്തരമുണ്ട്. ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും, നിങ്ങൾക്ക് വരുന്ന സജഷൻ്റെ കാര്യത്തിലാണെങ്കിലും, അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയേറെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒപ്പം നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നിങ്ങൾ ഇടുന്ന എഫേർട്ട് സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിയാവോ ഇല്ലയോ, ആ ഒരു ടെൻഷൻ, സ്ട്രെസ്സ്, ഇതൊക്കെ കൂടിയിട്ടാണല്ലോ നിങ്ങളൊരു ഇത് ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഹൈലി ടാലൻറ്റ് വേണ്ട, ഹൈലി ടെക്നിക്കൽ സപ്പോർട്ടും ടെക്നിക്കൽ നോളജും വേണ്ട ഒരു കാര്യമാണ് ഹെയർ കളറിങ്. ആ ഒരു കാര്യം പോലും ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്താൽ റെഡി ആകുമെന്ന് കരുതുന്നത് ശരിയല്ല. കാരണം ഹെയർ കളറിങ് എന്ന് പറയുന്നത് ഹൈലി ടാലൻറ്റ്, ഹൈലി ടെക്നിക്കൽ സപ്പോർട്ട് വേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ സ്വന്തമായി ചെയ്യുന്നതും അതിനുശേഷം നിങ്ങൾ പലപ്പോഴും പണി കിട്ടിയിട്ട് സലൂണിൽ വീണ്ടും ചെന്ന് ചെയ്യാറുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിലൊക്കെ എത്രത്തോളം ടാലൻറ്റ് വേണ്ട കാര്യങ്ങളാണ്, എത്രത്തോളം പഠിച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളുടെ ഹെയറിലേക്ക് ഒരു കളർ അപ്ലൈ ചെയ്യും, അവസാനം കളർ കിട്ടാതെ ആയി കഴിയുമ്പോൾ നമ്മൾ അയ്യോ ഇത് ആകെ പ്രശ്നമായല്ലോ എന്ന് തോന്നുന്ന ഒരു അവസരത്തിലേക്ക് മാറുന്ന സ്ട്രെസ്സൊക്കെ ഈ ഒരു പ്രശ്നത്തിലുണ്ടാവും. മറ്റൊന്ന്, നിങ്ങൾ ചെയ്യുന്ന സ്വന്തമായിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. പ്രത്യേകിച്ചും ഹെയർ കളർ, അതല്ലെങ്കിൽ ഫേഷ്യൽ, ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സലൂണിലാണ് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് നിങ്ങൾ പോയിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ മാറ്റം കാണാൻ പറ്റും. നിങ്ങളുടെ ആ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു റിസൾട്ടിൻ്റെ വ്യത്യാസവും അതിനെ നിങ്ങൾക്ക് ദീർഘകാലം ആ റിസൾട്ട് നിലനിൽക്കുന്നതും ആണെന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സ്വന്തമായിട്ട് ചെയ്താൽ ഒരിക്കലും സലൂണിന് പകരമാവില്ല. പലരും പറയുന്ന അല്ലെങ്കിൽ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിന് നമ്മളിനി സലൂണിൽ പോകണം, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്തിട്ട് കുളമായി കഴിഞ്ഞിട്ട് വീണ്ടും സലൂണിൽ പോയിട്ട് അവരോട് തന്നെ പറയേണ്ടത് ഇതൊന്ന് ശരിയാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് ആ കാര്യത്തിലും അതിലും കൂടുതലായിട്ട് നഷ്ടപ്പെടും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. ഈ തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഉപയോഗം, ഏതൊക്കെ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സലൂണിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ പരസ്യത്തിൽ കാണുന്ന പല ബ്രാൻഡുകളും നല്ലതാണ് എന്നൊക്കെ ഇരിക്കെ തന്നെ അതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ ശരിക്കും സലൂണിൽ നിങ്ങൾക്ക് ആഫ്റ്റർ കെയർ ഒക്കെ വളരെ നല്ല സാധനങ്ങൾ, നല്ല പ്രൊഡക്റ്റുകൾ, പക്ഷേ ആ ബ്രാൻഡ് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ നല്ല പ്രൊഡക്റ്റുകൾ നല്ല റേറ്റിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വന്തമായി, അതായത് DIY എന്നുള്ളതാണ് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഏറ്റവും വലിയ ആ ഒരു 3 ലെറ്റർ, ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ ആ ഒരു ഇതും സലൂൺ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൻ്റെ സർവീസുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ പെഡിക്യൂറൊക്കെ ഒരു തവണയെങ്കിലും സലൂണിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കമ്പയർ ചെയ്യരുത്. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ഒരിക്കലും സ്വന്തമായി ചെയ്യുന്നത് സലൂണിൽ പോയി ചെയ്യുന്ന പ്രൊഫഷണൽ സർവീസിന് പകരമാവില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ കുറേ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് DIY എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്. അത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും ഒപ്പം നിങ്ങൾക്ക് ഇതിനെ അനുകൂലിക്കുന്നവർക്കും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വീഡിയോസിലൂടെ സംസാരിക്കാൻ പറ്റും, സംവദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയണമെങ്കിൽ ഞാൻ റെഡിയാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഈ തരത്തിലുള്ള വീഡിയോയിലൂടെ വരുന്നതാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മളുടെ വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. എന്താണ് ഈ തരം കാര്യങ്ങളിലുള്ള നമ്മുടെ നിലപാടുകളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്നുള്ള അവർക്കൂടി ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളാം. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരത്തേക്കും തൽക്കാലം